രാവിലെ ജംഗ്ഷനിൽ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ. ആ, നീ കിടന്നോ? ഞാൻ ഇത്തിരി ലേറ്റാവും. മോളിറങ്ങിയോ? ആ ശരി. ഇരിക്കെ. നീ പറയുന്ന അർജുൻ എന്തിനാ ഇവിടെ വന്നത്? വരുന്നുണ്ട്. ഇവിടെ വരെ വന്നിട്ട് അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതൂടെ നിനക്ക്? ആവശ്യത്തിൽ കൂടുതൽ ഹർജി അമ്മ തന്നെ ഭഗവാന് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനും കൂടി അത് വേണ്ടമ്മേ. നാവെടുത്ത അധിക പ്രസംഗേ പറയത്തുള്ളൂ. സരസ്വതി, ഞാനൊന്ന് കാണാനിരിക്കുമായിരുന്നു. ചെറുക്കനും കൂട്ടർക്കും മോളെ ഇഷ്ടായി. അടുത്ത ആഴ്ച അവര് വരും. ഉറപ്പിക്കാനേ മോളുടെ ഭാഗ്യാന്ന് കൂട്ടിക്കോ. ഇങ്ങനെ ഒരു ബന്ധം എനിക്ക് കിട്ടാനില്ല. അത്ര നല്ല കുടുംബക്കാരാ. ദേവീകടാക്ഷമാണെന്ന് കരുതിക്കോളൂ. അവര് വന്നോട്ടെ കുറുപ്പേട്ട. നല്ലതാണെങ്കിൽ നമുക്കിതങ്ങ് ഉറപ്പിക്കാം. ഓ മോനെ, അച്ഛനെ ഒന്ന് അറിയിക്കണ്ടേ? വേണ്ട. വേണം മോനെ. എത്രയായാലും സ്വന്തം മോളല്ലേ. ആ വിചാരം അച്ഛനുണ്ടായിട്ടില്ലല്ലോ ഈ നിമിഷം വരെ. ഉണ്ടോ? അമ്മയ്ക്കറിയോ, ഞാനീ പറഞ്ഞ അച്ഛൻ്റെ സാമീപ്യം കൊതിച്ചിട്ടുണ്ട് ഒരുപാട്. ഞാനും അച്ചു. സ്നേഹത്തോടൊരു വിളി, വാത്സല്യത്തോടൊരു നോട്ടം കിട്ടിയിട്ടില്ല ഇതുവരെ. അതറിയാം. സ്നേഹത്തോടെ ഓർത്തു വയ്ക്കാൻ ഒന്നും ബാക്കി വെച്ചിട്ടില്ല എൻ്റെ ഈ ജീവിതത്തിൽ. പക്ഷേ നിങ്ങളുടെ അച്ഛനല്ലേ നാളെ ചെന്ന് കയറുന്ന വീട്ടിൽ എൻ്റെ കുട്ടി അച്ഛനില്ലാത്തവളാണെന്നുള്ള വാക്ക് കേൾക്കാൻ ഇടവരുത്തരുത്. അതോർത്തിട്ടെങ്കിലും മോനച്ഛൻ്റെ അടുത്ത് ചെല്ലണം. ഏട്ടാ, തിരിച്ചു പോയാലോന്ന് ആലോചിക്കുക. പക്ഷേ അമ്മയോടെന്ത് പറയും? എടാ, നമുക്കൊന്നുകൂടെ ശ്രമിച്ചു നോക്കാം.
അതാ ഓഫീസ്. ആ കടയാണ്. ആ ആ ആ ഇത് തന്നെ. ഇടപാട് നടത്തിയത് ഞാനാണെങ്കിൽ കമ്മീഷൻ വാങ്ങാൻ എനിക്കറിയാം. രൂപ 1 2 അല്ല, ലക്ഷങ്ങളാ, ലക്ഷങ്ങൾ. വീടില്ല ഞാൻ. തെറ്റുകൾ ഒരുപാട് പറ്റിയിട്ടുണ്ട് അച്ഛന്. അല്ല, തെറ്റുകൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ. ക്ഷമിക്കുക. പറ്റുമെങ്കിൽ എല്ലാം മറക്കുക. കുറച്ച് ജിലേബിയ അച്ചുമോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛ തന്നാണെന്ന് പറയണ്ട. ചിലപ്പോ അവൾ വലിച്ചെറിയും. എന്റെ മോള് ഒത്തിരി താലോലിക്കാനും അവളുടെ വളർച്ച കാണാനുള്ള ഭാഗ്യമില്ലാത്തൊരു തന്തയായി പോയിട്ട് ഞാൻ. അച്ഛൻ വരുന്നുണ്ട് അടുത്ത് തന്നെ. അച്ഛൻ ആളകം മാറി. അപ്പോ ഇരു കൂട്ടർക്കും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അല്ലേ ശ്രീധര? അതെ, എനിക്ക് ആകെയുള്ളത് ഇവർ രണ്ടുപേരും. പിന്നെ നമ്മൾ ഈ തറവാടികളായതുകൊണ്ട് ഈ കണക്ക് പറച്ചിലിന്റെ ഒന്നും ആവശ്യമല്ല. ഒരു 50 പവനും 10 ലക്ഷം രൂപയും ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി അങ്ങോട്ട് കൂട്ടും. എന്താ, മതിയോ? അത് തറവാടിത്തം. അവരഭിമാനികളാ. അച്ഛൻ എന്തുറപ്പില്ല ഇത്രയും വലിയ തുകയൊക്കെ പറഞ്ഞത്? ഇതൊക്കെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുവോ? ഈ തൈപ്പറമ്പിൽ തറവാട്ടിൽ നിന്നും ഒരു പെൺകൊച്ചിറങ്ങിപ്പോകുമ്പോ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു അന്തസ് വേണ്ടേ? വേണം. മറ്റുള്ളതെന്നോർത്ത് എൻ്റെ മോൻ വിഷമിക്കണ്ട. ഇത് അച്ഛൻ്റെ വാക്കാടാ. എന്നാ പിന്നെ സമയം കളയുന്നില്ല മോനെ, അച്ഛൻ പോയിട്ട് വരാം. ദിവസങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പോവേ. അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെക്കണ്ടേ? എടാ, പണത്തിന്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട, അച്ഛനുണ്ടടാ. എന്നാ ശരി. പിന്നെ ആ ഓഡിറ്റോറിയത്തിന്റെ കാര്യം ഒന്ന് ഉറപ്പ് വരുത്തിക്കണം, മറക്കണ്ട. ശരി കൃഷ്ണ. പിന്നീട് കുറച്ച് നാളത്തേക്ക് ശ്രീധരേട്ടനെ കുറിച്ച് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചവരെ പോലെയായി അർജുനും വീട്ടുകാരും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം
എടാ ആ? നിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്, നമുക്ക് വീട്ടിലേക്ക് പോകാം. നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു മോനെ? എന്താ ഒരു ചൂട് അല്ലേ? ഞാൻ കരുതി സിറ്റിയിൽ മാത്രമേ ചൂടുണ്ടാവുള്ളൂന്ന്. ചൂട് തന്നെ, എല്ലായിടത്തും ചൂട് തന്നെ. ശ്ശേ. ആ മോളെ, കല്യാണമൊക്കെ ഇങ്ങ് എത്തി അല്ലേ സരസ്വതി? അല്ല, ഈ കല്യാണാവുമ്പോ ഇനി അങ്ങോട്ട് തിരക്കോട് തിരക്കാവും. എനിക്ക് അച്ഛനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആ, സംസാരിക്കണമല്ലോ. അതിന് ഞാനിവിടെ അല്ലേ. പക്ഷേ അതിനു മുമ്പ് എനിക്കൊന്ന് കുളിക്കണം. നല്ല ക്ഷീണമുണ്ട്. സരസ്വതി, വെള്ളം എടുത്തു വയ്ക്കി. മോളെ, നല്ല വിശപ്പ്, കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്കി. രണ്ടു മൂന്ന് ദിവസമായിട്ട് എന്തായിരുന്നു ആലോചിച്ചല് മനുഷ്യൻ. അച്ഛനൊന്നും പറഞ്ഞില്ല. അച്ഛൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ശരിയാവില്ല മോനെ. എന്നുവെച്ച് നമുക്ക് വാക്കുമാറാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. നമുക്ക് ഈ വീടും പറമ്പ് അങ്ങോട്ട് വിൽക്കാം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ആലോചിച്ചിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നീക്കാൻ ഇതല്ലാതെ വേറൊരു വഴി എൻ്റെ മുന്നിലില്ല. എന്ന് വെച്ചു അല്ല, എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആദ്യം കാര്യങ്ങൾ നടക്കട്ടെ, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ അല്ലേ? കൃഷ്ണ, എനിക്ക് കിട്ടാനുള്ള പണം 2-3 മാസത്തിനകം കിട്ടും. അതുവരേക്കും ഒരു തിരിമറി. അച്ചുമോളുടെ കല്യാണം ഭംഗിയായിട്ട് നടക്കണം. അത് മാത്രമേ ഇപ്പം എൻ്റെ മുന്നിലുള്ളൂ. നാളെ ആള് വരും വീട് വാങ്ങാൻ. ഓ, ഇനി ഒന്ന് കിടക്കണം. ഇരിക്കായിരുന്നു. എന്ത് പറ്റുമോനെ? അമ്മയ്ക്കിപ്പോ എന്നോട് ദേഷ്യമായിരിക്കും, എനിക്കറിയാം. എല്ലാം എൻ്റെ കൊള്ളരുതായ്മ. കുടുംബത്തിനൊരു പ്രയോജനമില്ലാത്തൊരു മകൻ. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും. സ്വന്തം പെങ്ങളുടെ കല്യാണം പോലും നടത്തി കൊടുക്കാൻ പറ്റാത്തവൻ. ഒടുവിലിപ്പോ കിടപ്പാടം കൂടി നഷ്ടപ്പെടുത്തിയിട്ട്. സാരമില്ല മോനെ, എല്ലാം നമ്മുടെ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയല്ലേ, അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയല്ലേ. പണമില്ലാത്തത് കൊണ്ട് ഈ വിവാഹം മുടങ്ങരുത് മോനെ. അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. പണവും പ്രതാപവും ഒക്കെ ഇനിയും ഉണ്ടാവും. എനിക്കൊരു മോളെ മാത്രമല്ലല്ലോ, ഒരു മോനെ കൂടി തന്നിട്ടില്ലേ ദൈവം. അമ്മയ്ക്കത് മതി. ചെല്ലേ, മുംബൈ കിടക്ക.